Dear students, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഡെയിലി ലൈഫിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ ബാറ്ററീസ്. നമുക്കറിയാം ബാറ്ററീസ് നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള ബാറ്ററികൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ബാറ്ററി, അതേപോലെ റീചാർജ് ചെയ്യുന്ന ബാറ്ററി. ഇനി അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആദ്യമേ തന്നെ എന്താണ് ബാറ്ററി? There is one or more galvanic cells connected in series and it generate electricity is called batteries. അതായത് ഗാൽവാനിക് സെൽ സീരീസ് ആയി ഒന്നോ അതിൽ കൂടുതലോ ഗാൽവാനിക് സെൽസ് സീരീസ് ആയി കണക്ട് ചെയ്യുന്നതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. രണ്ട് തരത്തിലുള്ള ബാറ്ററികളാണ്, പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. In primary cell, the reaction occurs only once and it becomes dead after a period of time and it cannot be used again and again. It cannot be rechargeable. But in the case of secondary cell, the reaction can be reversed by passing electricity. Cell reaction can be reversed, it can be used again and again. അപ്പോൾ ഇവിടെ പ്രൈമറി സെല്ലാണെങ്കിൽ നമ്മൾ കണ്ടു അവിടെ റിയാക്ഷൻ ഒരു പ്രാവശ്യം മാത്രമേ നടക്കൂ. അത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കളയാനേ പറ്റൂ, വീണ്ടും റീചാർജ് ചെയ്യാൻ കഴിയില്ല, അതിനെ യൂസ് ചെയ്യാനും പറ്റില്ല. ഇനി എന്നാൽ സെക്കൻഡറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അതിലെ സെൽ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിനെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് അതിനെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. It can be used again and again. But in the case of primary cell, it becomes dead after a period of time. A cell, mercury cell, lead storage battery and nickel cadmium cell. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കിനി നോക്കാം. Dry cell, it is a compact form of Leclanché cell. അതായത് ലെക്ലാൻഷെ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ലെക്ലാൻഷെ സെൽ എന്ന പേരും ഇതിനുണ്ട്. ഇനി ഇതാണ് ഡ്രൈ സെൽ. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. എവിടെയൊക്കെയാണ് നമ്മൾ ടോർച്ചില്, അതേപോലെ ക്ലോക്കില് ഒക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി, യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ബാറ്ററി അല്ലെ. ഇനി ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് കണ്ടെയ്നർ. അതായത് ഈ സിലിണ്ടറിന്റെ സിങ്ക് കണ്ടെയ്നർ ആണ് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ദി ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. ഇവിടെ നോക്കിക്കേ, ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട് ഇതിന്റെ നടുക്ക്. ഇവിടെ മെറ്റൽ സ്ട്രിപ്പിന് താഴെയായി ഒരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ടാവും. ആ ഗ്രാഫൈറ്റ് റോഡിന് ചുറ്റുമായി പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. ദി ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ ആക്ട് ആസ് കാഥോഡ്. സിങ്ക് കണ്ടെയ്നർ ആനോഡ്, then സെൻട്രലില് ഒരു ഗ്രാഫൈറ്റ് റോഡ്, അതിനു ചുറ്റും പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. അതാണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Then the space between the electrodes, അതായത് കാഥോഡിനും ആനോഡിനും ഇടയ്ക്കുള്ള സ്പേസ്, the space between the electrodes is filled with a paste of ammonium chloride and zinc chloride and it acts as electrolyte. അപ്പോൾ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് ഒക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ നടക്കുന്ന സെൽ റിയാക്ഷൻ at anode oxidation, Zn gives Zn2 plus 2 electron oxidation. Then at cathode reduction, there is MnO2 plus NH4 plus. NH4 ഏതാണ്? ഇലക്ട്രോലൈറ്റിലെ NH4 plus electron gave MnOOH plus NH3. അപ്പോൾ ഈ രണ്ട് സെൽ റിയാക്ഷനും എഴുതി പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ ഫോം ചെയ്യുന്ന സിങ്ക് അയോൺ ഇവിടെ ഫോം ചെയ്യുന്നു, അതേപോലെ അമോണിയ ഗ്യാസ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നു. ഈ സിങ്ക് അയോണും അമോണിയ ഗ്യാസും കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നു ZnNH3 4 times 2+. അതായത് ഒരു കോംപ്ലക്സ് അയോൺ ഫോം ചെയ്യുന്നു. ZnNH3 4 times 2+. Then the EMF of the cell there is 1.5 volt. ഇനി നമുക്കറിയാം ഇത് യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ബാറ്ററി ആണ്. ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചു കാലമാണ്. അത് കഴിഞ്ഞാൽ അഥവാ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ക്ലോക്കിലൊക്കെ ആണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും മാറ്റിയിടണം. The acidic ammonium chloride corrodes the zinc container.
ഇനി അടുത്തത് മെർക്കുറി സെൽ. അതായത് നമ്മൾ ബട്ടൺ ടൈപ്പ് ബാറ്ററി, നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടൺ ടൈപ്പ് ബാറ്ററി കണ്ടിട്ടില്ല എല്ലാവരും? അതായത് നമ്മുടെ വാച്ചിലും ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ ചില ടോയ്സിലൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ബാറ്ററി. അതിനെയാണ് പറയാം മെർക്കുറി സെൽ. ഇനി ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് അമാൽഗം. സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ സിങ്കിന്റെയും മെർക്കുറിയുടെയും അലോയിയാണ് പറയുന്നത് സിങ്ക് അമാൽഗം. The zinc amalgam acts as anode and the cathode a paste of mercuric oxide and carbon. Mercuric oxide and carbon act as cathode. പഠിക്കണം ഇത്. ആനോഡ്, കാഥോഡ്. ഇനി ഇലക്ട്രോലൈറ്റ് എന്താണ്? A paste of potassium hydroxide and zinc oxide. Potassium hydroxide and zinc oxide അതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ at anode the zinc Zn plus 2OH minus gives Zn plus H2O plus 2 electron. That is oxidation. Then at cathode HgO plus H2O plus 2 electron gave Hg plus 2OH minus. That is reduction. ഇനി ഈ രണ്ട് റിയാക്ഷനും എഴുതി പഠിക്കണം. പഠിക്കാൻ എളുപ്പമാണ്. ഒരൊറ്റ റിയാക്ഷൻ പഠിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ. Zn plus 2OH minus gives Zn plus H2O plus 2 electron. അടുത്തത് എഴുതുമ്പോൾ ഈ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാം. ഇവിടെ സിങ്കിന് പകരം മെർക്കുറി എഴുതാം. അപ്പൊ എങ്ങനെ വരും? HgO plus H2O plus 2 electron അല്ലെ? Then gives Hg plus 2OH minus. മനസ്സിലായല്ലോ? ആക്ച്വലി ഒരെണ്ണം പഠിച്ചാൽ മതി. നമുക്ക് രണ്ട് റിയാക്ഷനും എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ എങ്ങനെയാണ് വരിക? ഓവറോൾ സെൽ റിയാക്ഷൻ എങ്ങനെ വരും? 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യും. H2O ക്യാൻസൽ ചെയ്യുന്നു. Then 2OH minus ക്യാൻസൽ ചെയ്യും. Then the next cell reaction that is Zn plus HgO gives Zn plus Hg. ഇത് വളരെ സിമ്പിൾ ആണ്. ലാസ്റ്റ് വൺ Zn plus HgO gives Zn plus Hg. അപ്പോൾ റിയാക്ഷൻസ് എഴുതി പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, അതേപോലെ ആനോഡിലെ റിയാക്ഷൻ, ആനോഡിക് സെൽ റിയാക്ഷൻ ആൻഡ് കാഥോഡിക് സെൽ റിയാക്ഷൻ ആൻഡ് ദി ഓവറോൾ സെൽ റിയാക്ഷൻ. മനസ്സിലായല്ലോ? ഇനി here the EMF of the cell that is 1.35 watt. അത് കൂടി ഓർക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മുടെ ഡയഗ്രം കണ്ടല്ലോ. ഇനി ഇവിടെ നോക്കുക. അതൊരു സെക്കൻഡറി സെല്ലാണ്. അതായത് അതിനെ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. Then ഇവിടെ ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് lead plate. Lead plate act as anode and cathode grid of lead plate with lead dioxide. അതായത് lead പ്ലേറ്റും lead peroxide ആണ് ഇവിടെ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. lead oxide. Then electrolyte there is 38% sulfuric acid. അപ്പോൾ ആനോഡ് lead plate, കാഥോഡ് lead dioxide, then electrolyte 38% sulfuric acid. ഇനി ഇവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. എന്താണ്? lead plus Pb plus SO4 minus gives PbSO4 plus 2 electron oxidation. Then at cathode reduction PbO2 plus 2H plus SO4. അതായത് sulfuric acid ഇല്ലേ? SO4 2 minus plus 2 electrons give PbSO4 plus H2O. അതായത് reduction. Then the overall cell reaction, net cell reaction എങ്ങനെ വരും? ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി രണ്ടും കൂടെ ആഡ് ചെയ്യാം. Pb plus PbO2 plus 2H plus SO4 2 minus. അങ്ങനെയാണ് വരിക. SO4 2 minus. And here it is 4H plus, not 2H plus, 4H plus. SO4 2 minus. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2H2SO4. മനസ്സിലായല്ലോ? 2H2SO4. ഇവിടെ 4 ഹൈഡ്രജൻ, SO4 2 minus അയോൺ രണ്ടെണ്ണം, 2H2SO4 gives PbSO4 രണ്ടെണ്ണം വരുന്നുണ്ട്. There is 2 PbSO4 plus H2O. അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ Pb plus PbO2 plus 2H2SO4. അതിനെ തിരിച്ച് 4H plus 2SO4 2 minus അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. Gives
H2O. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് ദി നെറ്റ് സെൽ റിയാക്ഷൻ. ഇനി നമ്മൾ കണ്ടു ഇതൊരു സെക്കൻഡറി സെല്ലാണ്. സെക്കൻഡറി സെല്ലിന്റെ പ്രത്യേകത എന്താ? അതിനെ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് അതിലേക്ക് ചാർജ് പാസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സെൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആകുന്നു. അതായത് സെൽ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാൻ ചാർജ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. അതായത് ഇവിടെ ചാർജ് പാസ് ചെയ്യുമ്പോൾ PbSO4 റിവേഴ്സ് ഡയറക്ഷനിലേക്ക് നടക്കും. ആനോഡിൽ Pb ഫോം ചെയ്യും. അതേപോലെ രണ്ടാമത്തെ കേസിൽ കാഥോഡിൽ എങ്ങനെയാണ്? PbSO4 PbO2 ആയിട്ട് റിവേഴ്സ് മാനറിൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ റീചാർജബിൾ ആണ് ഈ സെല്ല്, അതായത് lead storage battery, that is a secondary cell, and here by passing electricity the cell reaction can be reversed. Used in automobiles and inverters. നമ്മൾ വാഹനങ്ങളിലും ഇൻവെർട്ടറുകളിലുമാണ് lead storage battery യൂസ് ചെയ്യുന്നത്. മറ്റൊരു സെക്കൻഡറി സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. lead storage ബാറ്ററിയേക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആണ്, പക്ഷേ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതാണ് പ്രശ്നം. ഇനി ഈ നിക്കൽ കാഡ്മിയം സെല്ലിന് വേറൊരു പേര് കൂടി പറയും, നിക്കാഡ് സെൽ. അതിന്റെ EMF എന്ന് പറയുന്നത് 1.4 വാട്ട്. ഇനി ഇവിടെ പേരിൽ തന്നെയുണ്ട് ഏതൊക്കെയാണ്? നിക്കലും കാഡ്മിയം. ആനോഡ് എന്ന് പറയുന്നത് കാഡ്മിയം ആണ് ഇവിടെ ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഡയോക്സൈഡ്. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. Then the overall reaction cadmium plus 2NiOH thrice gives cadmium oxide plus 2NiOH twice plus H2O. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. സാധാരണ എക്സാമിന് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് ചോദിക്കാറ്, അല്ലെങ്കിൽ ഡ്രൈ സെൽ, മെർക്കുറി സെൽ. ഇത് സാധാരണ ചോദിക്കാറില്ല, എങ്കിലും ഓർത്തു വെക്കുക. ഇനി നിക്കൽ കാഡ്മിയം സെൽ സാധാരണ യൂസ് ചെയ്യുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലാണ്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഏതാണ്? ലിഥിയം അയോൺ ബാറ്ററിയാണ്. ലിഥിയം 2019 നോബൽ പ്രൈസ് കെമിസ്ട്രിക്ക് കിട്ടിയത് ലിഥിയം അയോൺ ബാറ്ററി കണ്ടുപിടിച്ചതിനാണ്. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആണ്, കൂടുതൽ എഫിഷ്യന്റ് ആണ്. അപ്പോൾ ഈ വാഹനങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററി യൂസ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. നിങ്ങൾക്കറിയാം സാധാരണ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് തെർമൽ പ്ലാന്റിൽ നിന്നാണ്. എന്നാൽ അത് വളരെയധികം പൊല്യൂഷന് കാരണമാകുന്നു. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന വേറൊരു സെല്ലാണ് ഫ്യൂവൽ സെൽ. പേര് തന്നെ നോക്കുക, ഫ്യൂവൽ സെൽ. ആൻഡ് ഹിയർ it is an electrochemical cell which convert chemical energy into electrical energy. A device which convert chemical energy into electrical energy. Fuels burn ചെയ്ത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സെല്ലിനെയാണ് പറയുന്നത് ഫ്യൂവൽ സെൽ. That is the combustion of fuels. And it convert chemical energy into electrical energy. അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. നമുക്കറിയാം ഇന്ധനങ്ങൾ കത്തിച്ചാണ്. അപ്പോൾ ഇവിടെ കമ്പസ്റ്റൻ ഓഫ് മീഥേൻ, ഹൈഡ്രജൻ, മെത്തനോൾ അങ്ങനെയുള്ള ഫ്യൂവൽസിനെ ബേൺ ചെയ്താണ് ഇവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. And it is more efficient and it is pollution free from pollution. ഇനി എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെയധികം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഫ്യൂവൽ സെൽ. ഇതിലെ ഈ ഫ്യൂവൽ സെല്ലിലെ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്കില് ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല, ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഫസ്റ്റ് വൺ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, അതും പഠിക്കണം. And here it consists of 3 compartments. And the compartments are separated by porous graphite electrode. It consists of 3 compartments and it is separated by
പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. ഇവിടെ 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ graphite electrode, porous graphite electrode, and it contains the catalyst like platinum or palladium. And the central compartment contains the electrolyte, and here the electrolyte there is sodium hydroxide or potassium hydroxide solution. അപ്പോൾ ഇവിടെ നോക്കുക 3 കമ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഇതിനെ പാർട്ടീഷൻ നടത്തിയിരിക്കുന്നത് by a porous graphite electrode. Then the central compartment there is electrolyte, there is potassium hydroxide or sodium hydroxide solution, and here the hydrogen gas is fed into one compartment and oxygen gas to another compartment. അപ്പോൾ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്യുന്നു, വേറൊന്നിലേക്ക് ഓക്സിജൻ ഗ്യാസിനെ പാസ് ചെയ്യുന്നു. ഇനി ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്താ? പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ആണ്. ഈ പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൽ കൂടി ഈ ഗ്യാസസ് സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ എത്തും, ഇലക്ട്രോലൈറ്റിൽ എത്തുന്നു. ദെൻ ഇവിടെ റിയാക്ഷൻ നടന്ന് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് വാട്ടർ. മനസ്സിലായല്ലോ? ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ്? വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി എന്താണ് സെൽ റിയാക്ഷൻ നോക്കാം. At anode 2H2 plus 4OH minus gives 4H2O plus 4 electron. Then the reaction at cathode O2 plus 2H2O plus 4 electrons gave 4OH minus. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ. ഇവിടെ ആനോഡിലേക്ക് ഹൈഡ്രജൻ ആണ് പാസ് ചെയ്യുന്നത്, കാഥോഡിലേക്ക് ഓക്സിജൻ. Then the overall cell reaction or the net cell reaction എങ്ങനെ വരും? ഇവിടെ 4OH ക്യാൻസൽ ചെയ്തു പോകും. അതേപോലെ 4H2O 2H2O and here it become 2H2O. Then 4 electron ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത് നോക്കിക്കേ. The overall cell reaction or the net cell reaction 2H2 plus O2 gives 2H2. വളരെ സിമ്പിൾ ആയി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഏതാണ്? 2H2 plus O2 gives 2H2. ഇതാണ് നെറ്റ് സെൽ റിയാക്ഷൻ. അപ്പോൾ സെൽ റിയാക്ഷൻ പഠിക്കാൻ എളുപ്പമാണ്. സംഭവം ക്ലിയർ ആയല്ലോ? ഇനി ഓർക്കുക, ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് വാട്ടർ ആണ്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ആണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തത്. പ്രോഡക്റ്റ് ആയ വാട്ടർ ആണ് അവിടെ അസ്ട്രോനോട്ട്സ് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണിത്. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടി, ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ എന്തൊക്കെയാണ്? The first one, it is more efficient than any other cell, and the second point, it is free from pollution. കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ. പൊല്യൂഷൻ ഫ്രീ ആയിട്ടും കൂടുതൽ എഫിഷ്യന്റും ആയിട്ടുള്ള ഫ്യൂവൽ സെൽസ് ആവാം ഒരുപക്ഷെ നമ്മുടെ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇനി ഈ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്താവും അടുത്ത ടോപ്പിക്? വല്ല ഐഡിയയും കിട്ടിയോ? That is corrosion, the slow destruction of the metal. ഒരു മെറ്റൽ പതുക്കെ പതുക്കെ സ്വയം നശിക്കുന്നതാണ് കൊറോഷൻ, അതായത് ലോഹനാശനം. The process of slow destruction of the metal in presence of moisture, gases in atmosphere and impurities by converting the metal to metal compounds like oxides, sulfides and carbonates etc. അതായത് ഒരു മെറ്റൽ മോയ്സ്ചറിന്റെ, അതായത് ഈർപ്പത്തിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെ പ്രസൻസിൽ സ്വയം നശിച്ച് മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് കൊറോഷൻ. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ? റസ്റ്റിംഗ് ഓഫ് അയൺ, ടാർണിഷിംഗ് ഓഫ് സിൽവർ, ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ്.
അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തുരുമ്പായി മാറുന്നത്. സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ബ്ലാക്ക് കളറായി മാറും, അതായത് അത് സൾഫൈഡ് ആയി മാറും. ചെമ്പ് ഓട് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, അതായത് ഒരു ഗ്രീൻ കോട്ടിംഗ്, അതിനെ വെർഡിഗ്രീസ് എന്ന് പറയും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി നമ്മളിവിടെ ഡയഗ്രത്തിൽ കണ്ടു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒരു ഗ്രീൻ കളർ ഫോം ചെയ്തത്, അതായത് ക്ലാവ് പിടിച്ചത്. ഇതൊക്കെ എന്താണ് പ്രോസസ്? കൊറോഷൻ. മനസ്സിലായല്ലോ? നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ്, അതായത് റസ്റ്റിംഗ് ഓഫ് അയൺ. The mechanism of corrosion is the formation of local electrochemical cells at the surface of the metal. ഒരു മെറ്റലിന്റെ സർഫസിൽ സ്വയം ഇലക്ട്രോകെമിക്കൽ സെൽസ് ഫോം ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. In case of iron, oxidation of Fe to Fe2+ occurs at one spot, which act as anode. The electron released from this spot move to another spot where oxygen in presence of H+ is reduced to oxide in the form of water. The H+ is available from H2CO3 form due to the dissolution of carbon dioxide in water. അതായത് ഒരു സ്പോട്ടിൽ അയൺ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് Fe2+ ആയി മാറുന്നു. ഈ സ്പോട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യും, അതായത് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഇലക്ട്രോൺസ് മൂവ് ത്രൂ ദി സർഫസ് ടു അനദർ സ്പോട്ട് where it combines with H+ and oxygen and it form water. ഈ സ്പോട്ട് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് റിഡക്ഷൻ H2O ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്ത് ആണ് ഇവിടെ കാർബോണിക് ആസിഡ് H2CO3 ഫോം ചെയ്യുന്നത്. ഈ കാർബോണിക് ആസിഡിൽ നിന്നുമാണ് H+ അയോൺ അവൈലബിൾ ആവുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ Fe2+ ആയി ഒരു സ്പോട്ടിൽ മാറുന്നു. അപ്പോൾ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ വേറൊരു സ്പോട്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അത് ആ ഇലക്ട്രോണിനെ H+ഉം H+ഉം ഓക്സിജനും അക്സെപ്റ്റ് ചെയ്ത് അവിടെ വാട്ടർ ഫോം ചെയ്യുന്നു. ഈ H+ അയോൺ അവൈലബിൾ ആവുന്നത് കാർബോണിക് ആസിഡിൽ നിന്നാണ്. ഈ കാർബോണിക് ആസിഡ് എങ്ങനെ ഫോം ചെയ്യും? അറ്റ്മോസ്ഫിയറിലെ ഈർപ്പം, അതായത് വാട്ടറും അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡും കാർബോണിക് ആസിഡ് ആയി മാറുന്നു. ആ കാർബോണിക് ആസിഡിൽ നിന്നുമാണ് H+ അയോണിനെ കിട്ടുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി എന്തൊക്കെയാണ് സെൽ റിയാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. There is the reaction at anode. Oxidation ആണ്. Fe gives Fe2+ plus 2 electron. അത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. At cathode റിഡക്ഷൻ ആണ്. ഓക്സിജൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു in presence of H+ and it forms water. That is O2 plus 4H plus 4 electrons give water. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ. ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം. അപ്പോ നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is 2Fe2+ plus oxygen plus 4H+ gives 2Fe2+ plus 2H2O. മനസ്സിലായല്ലോ? ഓവറോൾ സെൽ റിയാക്ഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദി റിയാക്ഷൻ അറ്റ് ആനോഡ് ആൻഡ് ദി റിയാക്ഷൻ അറ്റ് കാഥോഡ് ആൻഡ് ദി ഓവറോൾ സെൽ റിയാക്ഷൻ. ഇനി അടുത്തത് നമ്മളിവിടെ കണ്ടു Fe2+ അയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് ഓക്സിജന്റെ പ്രസൻസിൽ ഈ Fe2+ അയോൺ വീണ്ടും ഓക്സിഡേഷൻ നടന്ന് Fe3+ ആയി മാറുന്നു. and it comes out as rust, അതായത് Fe2O3 H2O. അതിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്. There is hydrated ferric oxide. അപ്പോൾ എന്താണ് റസ്റ്റിംഗ് ഓഫ് അയൺ? ക്ലിയർ ആയല്ലോ?
ഇനി അടുത്തത് എങ്ങനെ ഇതിനെ നമുക്ക് തടയാം? That is the prevention of corrosion. The first one, barrier protection. ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമ്മൾ ജനൽ കമ്പികളൊക്കെ പെയിന്റ് അടിക്കും. അതേപോലെ ഗ്രീസ്, ഓയില് ഒക്കെ യൂസ് ചെയ്താലും തുരുമ്പിക്കുന്നത് തടയാം. അടുത്തത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. The iron surface is covered with more reactive metals like zinc or aluminium. The coating of zinc on iron is called galvanization. അത് ഇമ്പോർട്ടന്റ് ആണ്. അയണിനേക്കാൾ മുമ്പേ റിയാക്റ്റീവ് ആയ സിങ്ക് ഇവിടെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് അയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സിങ്ക് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നു. സിങ്ക് ജീവത്യാഗം ചെയ്ത് അയണിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പേര് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അയണിന് വേണ്ടി സിങ്ക് സ്വയം സാക്രിഫൈസ് ചെയ്യും. ഇനി അടുത്ത മെത്തേഡ് നോക്കിക്കേ, കാഥോഡിക് പ്രൊട്ടക്ഷൻ. The iron is attached with more active metals like zinc, aluminium or magnesium. And here the zinc loses electron and acts as anode. And the iron becomes cathode and it is protected. Example, the underground iron pipes are buried along with zinc or aluminium foil. ഇവിടെ നമുക്കറിയാം, ഭൂമിക്കടിയിലുള്ള അയൺ പൈപ്പിന്റെ അടുത്തായി ഒരു സിങ്ക് അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ലോഹത്തകിട് കൂടി കുഴിച്ചിടും. എന്തിനു വേണ്ടിയാണ്? ഈ ലോഹത്തകിട് വേഗം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് ഓക്സിഡേഷൻ നടക്കുന്നു. അത് ആനോഡായി മാറുന്നു. അയണിനെ, ഇരുമ്പിനെ കാഥോഡാക്കി മാറ്റി അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയും സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദി ലാസ്റ്റ് വൺ, ദർ ഈസ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. അതായത് തുരിപ്പിക്കാതിരിക്കുന്നതിനുള്ള സൊല്യൂഷൻസ് ആണ്. അതിനായി സാധാരണ യൂസ് ചെയ്യുന്നത് ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഓർ ആൽക്കലൈൻ ക്രോമേറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ കൊറോഷൻ എന്നും അത് എങ്ങനെ തടയാമെന്നും മനസ്സിലായല്ലോ. കെമിസ്ട്രി ചാപ്റ്റർ ഇവിടെ തീരാണ്. വലിയ ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം.